അപ്പോൾ ഇന്ന് ഞാൻ ട്രെൻഡിനൊപ്പം തന്നെ എസംഖ്യകളുടെ അടുത്തൊരു ഉഡായിപ്പ് പൊളിക്കാനാണ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മുടെ സ്ഥിരം ആളായിട്ടുള്ള ടോമി സെബാസ്റ്റ്യൻ അല്ല ഉള്ളത്. പുതിയ കണ്ടസ്റ്റന്റ് ആണ്. എസൻസിന്റെ സ്വന്തം രവി, പ്രവീൺ രവി. കുറച്ച് ദിവസം മുമ്പ് പ്രവീൺ രവി ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് പ്രവീൺ രവി എന്ന് മാത്രമല്ല, ടോമി സെബാസ്റ്റ്യനും അതുപോലെ തന്നെ ഈ ഒരു ഇസ്രായേൽ സപ്പോർട്ടേഴ്സ്, സയനിസ്റ്റ് ആരാധകർ ഇത് പല വേദികളിലും പല സ്ഥലങ്ങളിലും പല പോസ്റ്റുകളിലും ആയിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബേസിക്കലി ഈ പ്രവീൺ രവിയുടെ പോസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് പ്രവീൺ രവി ഇതിൽ 2 ക്ലെയിമാണ് മെയിനായിട്ട് വെക്കുന്നത്. പ്രവീൺ രവി ആദ്യം വെക്കുന്ന ക്ലെയിം, ഇത് വളരെ സബ്റ്റിലായിട്ട് ഒളിച്ച് കടത്താനാണ് ശ്രമിക്കുന്നത് കേട്ടോ. ആദ്യം വെക്കുന്ന ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധം കാരണം പാലസ്തീനിൽ കുട്ടികളുടെ മരണനിരക്ക് കാര്യമായിട്ട് കൂടിയിട്ടില്ല. അതായത് യുദ്ധത്തിന് മുൻപ് എത്ര കുട്ടികൾ മരിച്ചായിരുന്നു, ഏകദേശം അത്ര കുട്ടികളൊക്കെ തന്നെ മരിക്കണുള്ളൂ. യുദ്ധം വഴി എക്സ്ട്രാ കുട്ടികൾ മരിക്കുന്നു എന്നുള്ളത് ആൾക്കാരെ എസ്കലേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. ഇത് പ്രവീൺ രവി വളരെ സബ്റ്റിലായിട്ടാണ് പറയണത്. എങ്ങനെ പറയണതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതുപോലെ തന്നെ ടോമിയുടെ മറ്റേ എവിഡൻസുകളുള്ള എക്സൽ ഷീറ്റിൽ ഇതിൻ്റെ ഒരു ലിങ്കും അതുപോലെ തന്നെ ഇതേ ക്ലെയിമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രവീൺ രവി ഇത് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന മെട്രിക് എന്ന് പറയുന്നത് U5 MR റേറ്റ് ആണ്. U5 MR റേറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ ഈ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് പ്രവീൺ രവി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ളതാണ് U5 MR റേറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത് 2023 യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഗാസയിൽ, ശ്രദ്ധിക്കുക, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് U5 MR റേറ്റ് 26 അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 26 കുട്ടികൾ മരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം 2023 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 26 കുട്ടികൾ മരിക്കുന്നു എന്നല്ല അതിനർത്ഥം. 2023 1000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ, ആ ജനിച്ച 1000 കുട്ടികളിൽ എത്ര കുട്ടികൾ 5 വയസ്സിന് താഴെ ആവുന്നതിന് മുൻപ് മരിക്കും. അതായത് ആ വർഷം ജനിച്ച കുട്ടികളിൽ എത്ര കുട്ടികൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ മരിക്കും എന്നുള്ളതാണ് U5 MR റേറ്റ്. ഇതൊരു പ്രെഡിക്റ്റീവ് മോഡലാണ്. അതായത് പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഒക്കെ വെച്ചിട്ട് ഇവർ പ്രെഡിക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് ഇത് ആ വർഷത്തെ ഡെത്ത് റേറ്റ് അല്ലാന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി പ്രവീൺ രവിയുടെ ഭാഗത്തിലേക്ക് കടക്കാം. അദ്ദേഹം പറയുന്നത് ഇവിടെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്, അതായത് പ്രീ വാർ പീരിയഡിൽ പാലസ്തീനിലെ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് 26 ആണ്. ഓക്കെ, കൃത്യമായി ശ്രദ്ധിക്കുക, 26 എന്നിട്ട് ഇതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് 2025 U5 MR റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇൻക്രീസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതായത് ഈ റേറ്റിന് കാര്യമായിട്ട് മാറ്റമൊന്നും കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഈ ടോമീനെ പോലെയല്ല. ടോമി ഇത് എക്സ്പ്ലിസിറ്റ് ആയി പറയുന്നു. പക്ഷേ പ്രവീൺ രവി ഇതിന്റെ താഴെ ഒരു ഫുട് നോട്ട് പോലെ പറയുന്നുണ്ട്. ഇതിനർത്ഥം കുട്ടികളുടെ മരണനിരക്ക് കൂടി എന്നല്ല. പക്ഷേ സ്റ്റിൽ കൂടി എന്ന് പറയാനുള്ള എവിഡൻസുകളൊന്നും ഇല്ല എന്നാണ് ഇവിടെ പ്രവീൺ രവി അതിന്റെ എന്താ സ്മഗിൾ ചെയ്ത് കയറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ക്ലെയിം ആദ്യം നോക്കാം. ശ്രദ്ധിക്കുക, 2023 മുൻപ് 2023 യുദ്ധം, അതായത് ഒക്ടോബർ 7 മുൻപ് 26 ആണെന്നും 2025 റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇൻക്രീസ് ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയണത്. ഇവിടെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ 2025 U5 MR റേറ്റ് പ്രവീൺ രവിക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. കാരണം 2025 U5 MR റേറ്റ് ഒന്നും റിലീസായിട്ടില്ല. ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് 2023 റേറ്റാണ്. അപ്പൊ ഇത് പ്രവീൺ രവിനോട് ചോദിച്ചു, ഇത് എവിടുന്നാ കിട്ടിയെന്നുള്ളത്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനൊന്നും ഇല്ല 2025 എന്നുള്ളത്. അപ്പൊ പിന്നെ പ്രവീൺ രവിക്ക് എങ്ങനെ മനസ്സിലായി ഇത് കാര്യമായിട്ട് ഇൻക്രീസ് ഇല്ല എന്നുള്ളത്? ഒന്നെങ്കിൽ പ്രവീൺ രവി കള്ളം പറഞ്ഞതാണ്. സയനിസ്റ്റ് കേരള ഘടകത്തിന്റെ ഒരു എന്താ ഒരു എസെൻഷ്യൽ സ്വഭാവമാണല്ലോ അത്. അല്ലെങ്കിൽ പ്രവീൺ രവി ഇത് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ബർത്ത് റേറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ബേഷ്യൻ ബി സ്പ്ലൈൻ മോഡൽ ഡെവലപ്പ് ചെയ്ത് അതിന്റെ പ്രൊഡിക്റ്റീവ് എലമെന്റ്സ് എല്ലാം യൂസ് ചെയ്ത് പ്രവീൺ രവി അതിന്റെ കാൽക്കുലേഷൻ ചെയ്തു. അപ്പോൾ ആ കാൽക്കുലേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കാരണം പ്രവീൺ രവി ഇതിൽ പറയുന്നുണ്ട് എവിഡൻസ് എടുത്തിരിക്കുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നല്ല, അദ്ദേഹം ഒതന്റിക് സോഴ്സുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ സ്വന്തമായി പ്രെഡിക്റ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത ഈ 2025 ഡാറ്റേൻ്റെ എവിഡൻസ് ഒന്നും പ്രവീൺ രവി കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലായി 2025 ഡെത്ത് റേറ്റ് കാര്യമായി കൂടിയിട്ടില്ല എന്നുള്ളത്? ഇതിന് ശേഷം പ്രവീൺ രവി പറയുന്നുണ്ട് പാലസ്തീനിൽ യുദ്ധത്തിന് ശേഷമുള്ള ഡെത്ത് റേറ്റ് 18,500 ആണെന്നുള്ളത് അവിടുത്തെ ഒഫീഷ്യൽ അതോറിറ്റീസ് തന്നെ പുറത്തുവിട്ടതാണ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒഫീഷ്യൽ അതോറിറ്റീസ് നമ്മൾ ട്രസ്റ്റ് ചെയ്യാം ട്ടോ. നമുക്ക് ആവശ്യമുള്ള ഡാറ്റയാണെങ്കിൽ അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ എന്താ 18,500 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കാണ്. അപ്പോൾ ഇതിൽ പ്രവീൺ രവി ഒരു എസ്റ്റിമേറ്റ് ഇടുന്നുണ്ട്. ഓക്കെ, എന്താ 18,500 18 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അതിലൊരു 5 വയസ്സിന് താഴെ ഏകദേശം ഒരു 5,500 വരും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് പ്രവീൺ രവി ഇടുന്നുണ്ട്.
അത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു എസ്റ്റിമേറ്റ് ആണെന്നുള്ളത്. എന്നാൽ ടോമി സെബാസ്റ്റ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് 3100 കുട്ടികളാണ് യുദ്ധത്തിന് ശേഷം മരിച്ചത്. യുദ്ധത്തിന് മുമ്പ് 3856 കുട്ടികളായിരുന്നു ഒരു വർഷം മരിച്ചിരുന്നത്. അപ്പോ ടോമി സെബാസ്റ്റ്യന് ഈ ഒരു കണക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളത് ടോമി സെബാസ്റ്റ്യൻ സൈഡിൽ ലിങ്കൊക്കെ കൊടുക്കും ഡിബേറ്റിന്റെ സൈഡിൽ. പക്ഷേ ആ ലിങ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ അത് മലബാർ മത്തിക്കറി ഉണ്ടാക്കുന്ന വിധം എന്നുള്ള വല്ല ലിങ്കും ആയിരിക്കും ഇതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടാവുക. 3100 എന്നുള്ള കണക്ക് യുദ്ധം തുടങ്ങിയതിന് ശേഷം കൊല്ലപ്പെട്ട കുട്ടികളുടെ കണക്കാണ്. അത് 5 വയസ്സിന് താഴെ കൊല്ലപ്പെട്ടവരുടെയാണ്. അല്ലാണ്ട് മരിച്ചവരുടെ അല്ല. യുദ്ധം കാരണം കൊന്നവരുടെ ഇസ്രായേൽ ഐഡിഎഫ് സോൾജേഴ്സും ഇസ്രായേൽ ചേർന്ന് കൊന്ന കുട്ടികളുടെ കണക്കാണ് ഈ 3100 എന്നുള്ളത്. എന്നാൽ ഈ 3856 എന്നുള്ളത് കഴിഞ്ഞ വർഷം മുൻ വർഷം മരിച്ചവരുടെയാണ്. അതായത് യുദ്ധം കാരണം കൊല്ലപ്പെട്ടവരുടെ അല്ല. മൊത്തം മരിച്ചവരുടെ കണക്കാണ്. എന്നിട്ടാണ് ഇവിടെ ഈ എസംഗി ടീം പറയണത് കുട്ടികളുടെ മരണനിരക്ക് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല എന്ന് പ്രവീണും അതേപോലെ തന്നെ കുട്ടികളുടെ മരണനിരക്ക് കുറവാണ് എന്ന് ടോമിയും അത്ഭുതകരമായി കള്ളം പറഞ്ഞ് തള്ളി വെക്കുന്നത്. ഇവിടെ കറക്റ്റായിട്ട് വാറിന് തൊട്ട് മുൻപുള്ള ഡെത്ത് റേറ്റും അതുപോലെ തന്നെ വാറിന് ശേഷമുള്ള ഡെത്ത് റേറ്റും കറക്റ്റ് കമ്പയർ ചെയ്തുകൊണ്ട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് തന്നെയാണ്. അതായത് യുദ്ധത്തിന് മുൻപും യുദ്ധത്തിന് ശേഷവും നടന്ന ഡെത്തുകൾ കമ്പയർ ചെയ്തിട്ട് അവിടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റഡീസിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് ശേഷം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മരിക്കാനുള്ള സാധ്യത 6 മടങ്ങോളം വർദ്ധിച്ചിട്ടുണ്ട്. 6 ഫോൾഡ് ഇൻക്രീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റഡിക്ക് പുറമെ MSF അതായത് മെഡിസിൻ സാൻസ് ഫ്രണ്ടിയർ എന്നുള്ള ഡോക്ടേഴ്സിൻ്റെ ഓർഗനൈസേഷൻ, അതായത് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണിത്. അല്ലാണ്ട് ഹമാസിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ പാലസ്തീൻ്റെയോ ഒന്നും ഓർഗനൈസേഷൻ അല്ല. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഓർഗനൈസേഷൻ്റെ സർവേയിൽ ഇവർ പുറത്തുവിട്ടത് 10 മടങ്ങ് ഡെത്ത് റേറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാണ് ഈ ഒരു യുദ്ധം കാരണം. അപ്പോൾ ഇവിടെ യുദ്ധം കാരണം കുട്ടികളുടെ ഡെത്ത് റേറ്റ് കൂടിയിട്ടില്ല എന്നുള്ളത് പച്ചക്കള്ളമാണ്. അത് വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ സീരിയസ് ആയിട്ട് കുട്ടികൾ മരിച്ച് വീഴുമ്പോൾ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കണത് വളരെ ഇമ്മോറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഡെത്ത് റേറ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ 6 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് ചിലപ്പോൾ അതിലും കൂടുതൽ. കാരണം ഡെത്ത് റേറ്റുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരുപാട് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്രയോ മടങ്ങുകൾ ഡെത്ത് റേറ്റ് പാലസ്തീനിൽ യുദ്ധം കാരണം കൂടിയിട്ടുണ്ട്. ഇനി പ്രവീൺ രവിയുടെ രണ്ടാമത്തെ ക്ലെയിമിലേക്ക് കടക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ മെയിൻ പോയിന്റ് ഇതാണ്. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് സ്മഗിൾ ചെയ്ത് കയറ്റിയതാണ്. ഈ പോസ്റ്റിൻ്റെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യമനിൽ ഒരുപാട് കുട്ടികൾ മരിക്കുന്നുണ്ട്. ഇവിടെ പാലസ്തീനിൽ മരിക്കുന്നതിൻ്റെ കാട്ടിലും എത്രയോ മടങ്ങ് കുട്ടികൾ യമനിൽ മരിക്കുന്നുണ്ട്. അതുകൊണ്ട് യമൻ്റെ കാര്യം പറയാണ്ട് പാലസ്തീൻ്റെ കാര്യം പറയുന്നത് എന്തോ തെറ്റായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അതെന്തോ നിഗൂഢമായിട്ടുള്ള ഇൻറ്റൻഷൻ വെച്ചുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ മെയിൻ ഒരു അടിസ്ഥാനം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രവീൺ രവി ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് യമനിലെ യുദ്ധം ഏകദേശം 10 വർഷമായിപ്പോൾ. അപ്പോൾ യമനിലെ യുദ്ധത്തിൻ്റെ അത്രയും കാലം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പാലസ്തീനിലെ കുട്ടികളുടെ ഡെത്ത് റേറ്റ് യമനിലെ കുട്ടികളുടെ ഡെത്ത് റേറ്റിൻ്റെ അത്ര തന്നെ എത്താമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ അവിടെ പാലസ്തീൻ്റെ പോപ്പുലേഷൻ്റെ ഏകദേശം 10 മടങ്ങാണ് യമനിലെ പോപ്പുലേഷൻ. അപ്പോൾ അത്രയും ഡെത്ത് റേറ്റ് പാലസ്തീനിലെത്താം എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ആ ഒരു കറ്റാസ്ട്രോഫിയുടെ ഒരു ഒരു സ്കെയില് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, യുദ്ധത്തിന് മുൻപുള്ള യമനിലെ U5MR റേറ്റ്, അതായത് അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കും. ഇവിടെ യുദ്ധത്തിന് മുൻപും യുദ്ധം തുടങ്ങിയതിന് ശേഷവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇൻക്രീസ് U5MR റേറ്റിലില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ള എക്സ്പേർട്സ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സിൻ്റെ കൃത്യമായിട്ടുള്ള സാന്നിധ്യമാണ്. അത് കറക്റ്റ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് കിട്ടുന്നത് കൊണ്ടാണ് U5MR റേറ്റിന് കാര്യമായിട്ടുള്ള ഇൻക്രീസ് വരാത്തത്. ഇതാണ് പാലസ്തീനിൽ കൃത്യമായിട്ട് ഇസ്രായേൽ ബ്ലോക്ക് ചെയ്ത് കളയുന്നത്. നമുക്ക് ഈ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോവാം. അതായത് ഈ ആർഗ്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. എക്സ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് പാലസ്തീനെക്കുറിച്ച് സംസാരിക്കരുത്. ഇവിടെ ഈ എക്സ് എന്നുള്ളത് എന്തും ആവാം. എക്സ് ചിലപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധമാവാം, അല്ലെങ്കിൽ സുഡാൻ്റെ വിഷയമാവാം, അല്ലെങ്കിൽ യമനിലെ യുദ്ധമാവാം. അപ്പോൾ ഇങ്ങനെ എന്ത് വിഷയമാവാം. അപ്പോൾ ഈ ഒരു എക്സ് നടക്കുന്നത് കൊണ്ട് നമ്മൾ പാലസ്തീൻ്റെ കാര്യം സംസാരിക്കരുത്. അപ്പോൾ ആക്ച്വലി ഇവർ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഉദ്ദേശിക്കുന്നത് ലോകത്തുള്ള ബാക്കി എല്ലാ ഗ്ലോബൽ ഇഷ്യൂസും അഡ്രസ്സ് ചെയ്ത് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പാലസ്തീൻ്റെ കാര്യം പറയാൻ പറ്റൂ എന്നാണോ?
അങ്ങനെയെങ്കില് ഇപ്പൊ ബാക്കി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയെന്ന് വിചാരിക്കുക. എന്നാ ഇവര് പാലസ്തീന്റെ ഭാഗത്താണ് ന്യായം, അല്ലെങ്കിൽ പാലസ്തീനെ കുറിച്ച് പറയുന്നത് ഇവര് അംഗീകരിക്കോ? ഇല്ലല്ലോ. കാരണം ഇവര് കൃത്യമായിട്ട് പാലസ്തീനിലെ കുട്ടികളെ കൊല്ലുന്നത് ജസ്റ്റിഫൈഡ് ആണ് എന്നുള്ള സയനിസ്റ്റ് പ്രൊപ്പഗാണ്ടയെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇവരുടെ വാദങ്ങളെ സംബന്ധിച്ചിടത്തോളം യമനിൽ എത്ര കുട്ടികൾ മരിക്കുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ ബാക്കി ഗ്ലോബൽ പ്രശ്നങ്ങളോ എല്ലാം ഇർറലവന്റ് ആണ്. ഇത് ഇസ്രായേലിന്റെ ഭാഗത്താണോ ന്യായം? അതോ പാലസ്തീന്റെ ഭാഗത്താണോ ന്യായം എന്നുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതില് ബാക്കി പ്രശ്നങ്ങളൊക്കെ ഇവര് ജസ്റ്റ് പല്ലിവാല് മുറിച്ചിടുന്നത് പോലെ കൊണ്ടുവരുന്ന ടാക്ടിക്സ് മാത്രാണ്. ഇതാലോചിച്ച് നോക്ക്. ഇത് വെറും സ്മോക്ക് സ്ക്രീനാണ്. കാരണം ഇത് എന്ത് വിഷയത്തിലും ചോദിക്കാം. ഇപ്പൊ നമ്മൾ പട്ടിണിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി നിങ്ങൾ ആദ്യം പറ. അപ്പൊ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും സംസാരിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രവീൺ രവിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള എസൻസുകാരോ ആൾക്കാരുടെ ഇന്റൻഷൻ തപ്പി നടക്കുകയാണ്. ഇവരുടെ പ്രവർത്തനം കാരണം കുട്ടികൾ രക്ഷപ്പെടണോ, അല്ലെ അവിടുത്തെ പട്ടിണി മാറണോ, ഇതൊന്നും അല്ല ഇവർക്ക് പ്രാധാന്യമുള്ള കാര്യം. ഇവർക്ക് ആൾക്കാരുടെ ഇന്റൻഷൻ അറിയണം. എന്ത് ഇന്റൻഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നത് എന്നുള്ളതാണ് ഇവര് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ചില ഇഷ്യൂസ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. ചില ഇഷ്യൂവിനെ പറ്റി സംസാരിക്കാൻ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. കാരണം എന്താ, പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, അവിടെ ആയിരിക്കും നമുക്ക് എക്സ്പെർട്ടൈസ് ഉള്ളത്. ആ ഒരു വിഷയത്തിലായിരിക്കും നമുക്ക് എക്സ്പെർട്ടൈസ് ഉള്ളത്. അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും അത്. അല്ലെങ്കിൽ അത് ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും. പക്ഷെ ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ഇജ്ജാതി ജെനസൈഡ് ന്യായീകരണം, അല്ലെങ്കിൽ ഈ സയനിസ്റ്റ് പ്രൊപ്പഗാൻഡ, ഈ സെറ്റിലർ കൊളോണിയൽ പവേഴ്സിനെ അവർക്ക് താങ്ങിക്കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഈ രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ജെനസൈഡ് ഓക്കെയാണ്, മുസ്ലിങ്ങളെ കൊല്ലുന്നത് ഓക്കെയാണ് എന്ന് പറഞ്ഞ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൽപ്പിക്കുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുത്താൽ തന്നെ കഴിഞ്ഞ 5, 6 വീഡിയോ ഇവരുടെ കള്ളം പൊളിക്കാൻ വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം അത്രയും കള്ളാണ് ഈ വിഷയത്തിൽ ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പൊളിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ യമന്റെ കാര്യം എന്താ നോക്കാത്തത്? മറ്റേ കാര്യം എന്താ നോക്കാത്തത്? നിങ്ങൾ യമന്റെ കാര്യത്തിൽ നിങ്ങൾ ഇതേപോലെ അവിടുത്തെ മരണങ്ങൾ ന്യായീകരിക്കാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ സയനിസ്റ്റുകാരുടെ കാര്യത്തിലാണ്, നിങ്ങൾക്ക് ജൂതന്മാരുടെ കാര്യത്തിലാണ് ശ്രദ്ധ. അപ്പോ ഈ ഒരു വിഷയം പറയുമ്പോൾ, ഇസ്രായേൽ പാലസ്തീൻ വിഷയം പറയുമ്പോൾ അതിന് നിങ്ങൾ ഓപ്പോസിറ്റ് പറയുന്നതുകൊണ്ട് നമ്മൾ ഈ സൈഡും വളരെ കൃത്യമായിട്ട് പറയും. അപ്പോൾ അവസാനമായിട്ട് നിങ്ങൾ ഈ ഒരു എസെങ്കി ടീമുകളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ന്യൂസ് വരികയാണെങ്കിൽ, അത് എന്ത് ന്യൂസ് ആണെങ്കിലും വളരെ സസ്പീഷ്യസ് ആയിട്ട് മാത്രം കാണുക. കാരണം ദർ ഈസ് എ ഹൈ പ്രോബബിലിറ്റി ദീസ് ഗായ്സ് ആർ ലൈയിങ്. അപ്പോൾ കാരണം ഇവർ കള്ളം പറയാൻ ഒരു മടിയില്ലാത്ത ടീമാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞിരുന്നു ഈ സൈസ് ടീമിൻ്റെ അടുത്ത് എന്തുകൊണ്ട് ഡിബേറ്റ് ചെയ്യരുത് എന്നുള്ളത്. അതിൻ്റെ മെയിൻ കാരണം ഇതാണ്. പച്ചക്കള്ളം വിളിച്ച് പറയാൻ ഒരു മടിയും ഇല്ലാത്ത ടീമാണ്. അപ്പോൾ ഈ സൈസ് ടീമിനെ വളരെ സൂക്ഷിക്കണം. ഇവരുടെ ന്യൂസുകൾ ഒരു കാരണവശാലും മുഖവിലയിൽ എടുക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ ന്യൂട്രലായി നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ എസംഖികൾക്ക് കൊടുത്തോണ്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെന്ത് പറഞ്ഞാലും ഇവർ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചു വരുന്നവർക്ക് വേണ്ടി, ന്യൂട്രലായി പഠിക്കുന്നവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുക.